ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസിയുബൈദ്. ഇന്ന് നല്ലൊരു മട്ടൻ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മട്ടൻ വെച്ച് മാത്രമല്ല, ഇതേ രീതിയിൽ നമുക്ക് ബീഫ് വെച്ചിട്ടും തയ്യാറാക്കാം. മട്ടൻ ചേർക്കുന്നതിന് പകരം ബീഫ് ചേർത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്. വളരെയേറെ രുചിയായിട്ടുള്ള ഈ ഒരു കുറുമ ഇത് എല്ലാ തരം റൊട്ടിയുടെയും പത്തിരി, പൊറോട്ട, അപ്പം, നെയ്ച്ചോറ് എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി കുറുമയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനിതാ ഞാൻ 3/4 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. 750 ഗ്രാം മട്ടനാണ് കേട്ടോ. നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഫാണെങ്കിലും അത്ര തന്നെ, 1 കിലോനാ നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ മട്ടൻ ആയതുകൊണ്ടാണ് 3/4 കിലോന് 750 ഗ്രാം എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി ഇതാ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഒരു 2-3 ചെറിയ കഷ്ണം പട്ടയാണ് കേട്ടോ. പട്ടൻ്റെ പീസ് 3 കഷ്ണം അങ്ങനെ ചെറുത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 ഏലക്കായ, 3 ഗ്രാമ്പു അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ല പോലെ അതൊന്ന് പൊട്ടി വരട്ടെ. അതെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് 1/4 സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 2 സവാള ഞാൻ കട്ട് ചെയ്ത് കനം കുറഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ. വഴറ്റിയെടുക്കാൻ നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. കൂടെ അവിടെ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ ഇതാ ഞാൻ 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ല മിക്സ് ചെയ്ത് ഇപ്പോൾ കൊടുക്കുക. ഇപ്പോൾ ഇതാ സവാള ഒന്ന് നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 1/4 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ ആ പച്ച സ്മെല്ല് പോവോളം നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളെ ചാനലിൽ ഒരുപാട് നല്ല ഈസി റെസിപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു കുറുമ ഉണ്ടല്ലോ, സൂപ്പറാണ്. ഇത് വെറുതെ പറയല്ലേ, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ സവാളയൊക്കെ ഒന്ന് നല്ല പോലെ വഴന്നതിന് ശേഷം ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ്, വലിയ തക്കാളി ഒന്നും വേണ്ട, ഒരു ചെറിയ മീഡിയം സൈസിലുള്ളൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. തക്കാളി ഒന്ന് നല്ല പോലെ ഉടയണം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ തന്നെ നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് തക്കാളി. ഇതുപോലെ ആകണം കേട്ടോ. ഇനി ഇതാ ഞാനിതിലേക്ക് 1 സ്പൂണ് കുരുമുളകാണ് ചേർത്ത് എടുത്തിട്ടുള്ളത്. കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, പൊടിയാണെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അതാ 1/4 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒന്നും കൂടി പോകണ്ട. നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല. എരിവിന് ആവശ്യമായിട്ടാണ് ഈ പച്ചമുളകും കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ അതിൻ്റെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് പോകുമ്പോൾ നമ്മൾക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ചൂടാറട്ടെ, നമ്മൾക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പാത്രത്തിൽ തന്നെ ആകുമ്പോൾ ചൂട് പെട്ടെന്ന് ആറി കിട്ടൂല. വേറൊരു പാത്രത്തിലാണെങ്കിൽ അങ്ങനെ നമ്മൾക്ക് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്നൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ തണുത്തതിന് ശേഷം ഇതാ നമ്മൾ ആ മസാലക്കൂട്ട് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് നിങ്ങളെ അഭിപ്രായം എന്തായാലും മറക്കാതെ അറിയിക്കണം. അപ്പോൾ ബീഫ് വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ബീഫ് വെച്ചിട്ടും ഇതുപോലെ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ബീഫ് വെച്ചിട്ടും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ആ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടേക്കുണ്ടല്ലോ, അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ കുക്കറിലാണ് നമ്മൾ മട്ടൻ റെഡിയാക്കി എടുക്കുന്നത്. മട്ടൻ ഇതാ ഞാൻ കഴുകിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച ഒരു മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ മിക്സിൻ്റെ ജാറൊന്ന് കഴുകിയിട്ട് അതിൽ കൂടിയുള്ള ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മിക്സിയിൽ ആ വെള്ളം കൂടി ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് തോനെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 1/4 സ്പൂണ്, ഒരു പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർക്കണില്ല എന്ന് പറയുന്നത്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇതുപോലെ നമ്മൾക്ക് കൈകൊണ്ട് നല്ല പോലെ ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നല്ല ആ ഒരു സ്മെല്ലൊക്കെ ഇതിലൊക്കെ ഇറങ്ങി കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട്
ഓരോരുത്തർ ബീഫിൻ്റെയും മട്ടൻ്റെയൊക്കെ വേവ് പോലെ ഇരിക്കും. ഞാനിപ്പോൾ ഈ ഒരു മട്ടന് 5 വിസിൽ വരെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ കുക്കർ അടച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് സ്റ്റൗവിൽ വെക്കാം. സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് മട്ടനൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമ്മൾക്ക് ഇതിലേക്ക് അരപ്പൊന്ന് റെഡിയാക്കാനുണ്ട്. അതിനിതാ ഞാനൊരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം, ഇല്ലെങ്കിൽ ബദാം ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെടുത്ത് എന്താ ഉള്ളത് നമ്മൾക്കത് ചേർത്ത് കൊടുക്കാം. അത് കൂടി ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ ആണെങ്കിൽ ഒന്ന് ആദ്യം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്താൽ നല്ല പോലെ തന്നെ നമ്മൾക്ക് അരച്ചെടുക്കാൻ കഴിയും. ഇനി ഇതാ നമ്മൾക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ പാല് ആണ് നമ്മൾക്ക് ആവശ്യം. തേങ്ങാപ്പാലാണ് ഇതാ ഒഴിച്ചു കൊടുക്കുന്നത്. അത് അരച്ചത് ഞാനിതാ തേങ്ങാപ്പാൽ അങ്ങനെ ആക്കിയിട്ട് അതാണ് ഇപ്പോൾ എന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ആ ചണ്ടിയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ മട്ടനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നേ. നല്ലപോലെ വെന്ത മട്ടനിലേക്കാണിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പൊക്കെ നമ്മൾക്ക് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി ഇതാ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതാ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് ഒരു സ്പൂണ് കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില, അതുപോലെ നമ്മളെടുത്ത് മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മല്ലിച്ചപ്പൊക്കെ കുറേ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അടച്ച് വെക്കണേ. ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്കിത് ഒന്ന് അടച്ച് വെക്കണം. ഒരു 1/4 സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു പുളിയൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതാ നമ്മളെ കറി നല്ല അടിപൊളിയായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മളെ മട്ടൻ കുറുമ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം അടച്ച് വെക്കണം. അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇതൊന്ന് തുറന്നാൽ മതി. ഞാൻ പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തുറന്ന് നോക്കിയപ്പോഴാണ് ഇതാ നമ്മളെ മട്ടൻ കുറുമ. ഇത് കണ്ടില്ലേ, സൂപ്പറാണ് കേട്ടോ. അപ്പത്തിൽക്കും നെയ്ച്ചോറിൽക്കും പത്തിരിൽക്കും ഒക്കെ സൂപ്പറാണ്, പൊറോട്ടയിൽക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു നോമ്പിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടമായ വീഡിയോക്ക് ഒരു നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് തരാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.